നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2017 ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറെ PSG ലോക റെക്കോർഡ് തുകക്ക് ബാഴ്സലോണയിൽ നിന്നും സ്വന്തമാക്കിയത്. നമുക്കറിയാം, പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കളിച്ചപ്പോഴെല്ലാം PSG വേണ്ടി മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് നെയ്മർ ജൂനിയർ. പിന്നീട് 2021 ലയണൽ മെസ്സിയെ കൂടി PSG സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ മെസ്സിക്ക് തന്റെ യഥാർത്ഥ മികവിലേക്ക് ഉയരാൻ PSG സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മെസ്സിയും നെയ്മറും PSG വിട്ട് പുറത്തു പോവുകയായിരുന്നു. PSG രണ്ടു പേരുടെയും അവസാന നാളുകൾ അത് വളരെയധികം കഠിനമായിരുന്നു. PSG ആരാധകർ തന്നെ ഈ രണ്ട് താരങ്ങളെയും വേട്ടയാടിയിരുന്നു. മാത്രമല്ല, ക്ലബ്ബ് പോലും അർഹമായ ഒരു പിന്തുണ ഈ രണ്ട് താരങ്ങൾക്കും നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് താരങ്ങളും ക്ലബ്ബ് വിട്ടത്. പക്ഷേ നാസർ അൽ ഖലീഫി ഈ രണ്ട് താരങ്ങളെയും ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. മെസ്സിയും നെയ്മറും അതുപോലെ തന്നെ ഇതിഹാസമായ സ്ലാറ്റനും ഒക്കെ ക്ലബിൽ കളിച്ചത് PSG സംബന്ധിച്ചിടത്തോളം ഒരു ബഹുമതിയാണ്, ഒരു മഹാഭാഗ്യമാണ് എന്നാണ് നാസർ അൽ ഖലീഫി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ നടത്തിയ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാസർ അൽ ഖലീഫിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മെസ്സി, നെയ്മർ, സ്ലാറ്റൻ ഇതൊന്നും കേവലം പേരുകൾ മാത്രമല്ല, ഇവരൊക്കെ അവിശ്വസനീയമായ താരങ്ങളാണ്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളാണ് ഇവർ ഞങ്ങളുടെ ടീമിന് വേണ്ടി കളിച്ചു എന്നുള്ളത് തന്നെ ഒരു ആദരവും ബഹുമതിയുമാണ്. ഇതാണ് PSG പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നെയ്മറും മെസ്സിയും ക്ലബ്ബ് വിട്ടത് പല മേഖലകളിലും PSG ക്ഷീണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കിലിയൻ എംബപ്പെ കൂടി വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ്. അത് കളിക്കളത്തിനകത്തും പുറത്തും PSG ഒരുപോലെ ക്ഷീണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. കൂടുതൽ മികച്ച താരങ്ങളെ കൊണ്ടുവരാനുള്ള പദ്ധതികൾക്ക് ഇതിനോടകം തന്നെ PSG രൂപകൽപ്പന നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.